നമസ്കാരം. അങ്കമലയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. നമ്മൾ കുറച്ച് നാളുകളായിട്ട് വീഡിയോകളൊന്നും ചെയ്യുന്നില്ല. ചില ഇഷ്യൂസ് കാരണമാണ്. അതുപോലെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഒരു വീഡിയോ ചെയ്യുമ്പോൾ അത് ഷോർട്സ് അല്ല, ഷോർട്സ് രണ്ടെണ്ണം ഇട്ടിരുന്നു. എന്നാൽ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അത് ജയൻ സാറിനെ കുറിച്ച് തന്നെയായിരിക്കണം എന്ന കാര്യത്തിൽ ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് 16-ാം തീയതിക്ക് അടുത്തെത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത ചരമവാർഷികം എത്തുകയാണ്. വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇന്നും അദ്ദേഹം നമ്മുടെ മനസ്സിൽ ഹീറോയായിട്ട് നിൽക്കുകയാണ്. അത്തരത്തിൽ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം മൾട്ടിവേഴ്സ് എന്നൊരു യൂട്യൂബ് ചാനലിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അത് വലിയ രീതിയിൽ തന്നെ തരംഗമായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതെ, ജയൻ ഇന്നും ഒരു തരംഗം തന്നെയാണ്. AI-യിലൂടെ അദ്ദേഹത്തെ നായകനാക്കി ഒരു സിനിമ ചെയ്താൽ അതിപ്പോൾ വലിയൊരു ഹിറ്റാകുമെന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആരാധകർ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ആരാധകൻ അയച്ച ഒരു വീഡിയോ ഞാൻ യാദൃശ്ചികമായിട്ട് കഴിഞ്ഞ ദിവസം കണ്ടു. അപ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചു, ഇത് തന്നെയാണ് കറക്റ്റ് സമയം. നമ്മുടെ ചാനലിന് ചില റീഇഷ്യൂ സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ വന്നിട്ട് അതിൻ്റെ അപ്പീലിങ്ങും അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. അതുമാത്രമല്ല റീയൂസ്ഡ് കണ്ടന്റ് എന്നൊക്കെ പറഞ്ഞ ചില ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നടക്കുന്നത് കൊണ്ടാണ് അല്പം വൈകിയത്. എന്തായാലും അല്പം വൈകിയാലും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും നല്ല കിടിലൻ അപ്ഡേറ്റ് തന്നെയാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളത് കണ്ടു കഴിഞ്ഞിരിക്കാം. എന്തായാലും ആ വീഡിയോ നിങ്ങളൊപ്പം ഇരുന്ന് ഞാനും ഒന്ന് ആസ്വദിക്കാൻ തയ്യാറാവുകയാണ്. ഞാൻ പലവട്ടം കണ്ടതാണെങ്കിലും വീണ്ടും വീണ്ടും കാണാൻ തോന്നുന്ന രീതിയിലുള്ളൊരു മാന്ത്രിക ശക്തി ആ ഒരു വീഡിയോയ്ക്കുണ്ട്. ആ വീഡിയോ എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. പലരും ഇപ്പോൾ അതിൻ്റെ ന്യൂസ് വായിച്ചു കഴിഞ്ഞിട്ടായിരിക്കാം സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ തന്നെ അത് വൈറലായി മാറിക്കഴിഞ്ഞു. ഇതായിപ്പോൾ അതിൻ്റെ ആ ഒരു വിഷ്വൽ നമുക്ക് കാണാം. ആ വിഷ്വലിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധയുമായിട്ട് പോകാം. ഓക്കെ, He's coming back. Let it be the last time. കോളിലക്കം 2 ജനുവരി 2027. ഇതൊക്കെ നടക്കണ കാര്യമെന്ന് അറിഞ്ഞുകൂടെ. എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം, ജയൻ എന്ന് പറഞ്ഞ ഇതിഹാസ താരത്തെ വീണ്ടും റീക്രിയേറ്റ് ചെയ്യാൻ AI ടെക്നോളജി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെറുപ്പക്കാർ തന്നെയായിരിക്കും. അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, ഇന്നും ചെറുപ്പക്കാരുടെ മനസ്സിൽ പോലും അദ്ദേഹം ഒരു 40-കാരനോ 42-കാരനായിട്ട് ബലസുകയാണ്. ഏകദേശം പറഞ്ഞാൽ എൻ്റെ പ്രായമാണ് ഇപ്പോൾ 42. ഈ പ്രായത്തിലാണ് അദ്ദേഹം ഇങ്ങനൊരു ഇതിഹാസ താരമായി മാറി ഉദിച്ചുയർന്ന് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞെങ്കിലും ഇന്നും അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് പുതിയ തലമുറയിൽ പോലും ഉണ്ട് എന്നറിയുമ്പോൾ അതൊന്നും അത്ര നിസ്സാര കാര്യമായിട്ട് അങ്ങ് തള്ളിക്കളയാൻ പറ്റില്ല. പലരും എന്നെ ഈ വീഡിയോ ചെയ്യുമ്പോൾ, ജയൻ സാറിനെ കുറിച്ചുള്ള വീഡിയോകൾ ചെയ്യുമ്പോൾ, ഞാൻ ജയൻ്റെ വലിയൊരു ആരാധകനൊന്നുമല്ല, എങ്കിലും ജയൻ എന്ന താരത്തിനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ വീഡിയോസും നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് ആദ്യത്തെ വീഡിയോ തന്നെ ഞാൻ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുറവുകളെയാണ് ഞാൻ ഫോക്കസ് ചെയ്തിരുന്നത്. അതുകൊണ്ട് കാരണമുണ്ട്, ഞാൻ അദ്ദേഹത്തിൻ്റെ ചില സിനിമകളെ കണ്ടിരുന്നുള്ളൂ. അത് വെറും മാസ് മസാല തരംഗത്തിൽ പെട്ടുപോയ അത്തരത്തിലുള്ളൊരു ജയൻ കഥാപാത്രങ്ങളായിരുന്നു ആ സിനിമകളിലെല്ലാം ഉണ്ടായിരുന്നത്. എന്നാൽ വ്യത്യസ്തമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ ഞാൻ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അദ്ദേഹം ചില്ലറക്കാരനല്ലെന്ന്. എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം, വ്യത്യസ്തമായ സിനിമ തന്നെ അദ്ദേഹം നമുക്ക് വേണ്ടി ഒരുക്കിയാനേ അദ്ദേഹം ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ. ഏതായാലും അദ്ദേഹം ഇപ്പോൾ ജീവനോടെ ഇല്ല എങ്കിലും അദ്ദേഹം ജനഹൃദയങ്ങളിൽ താമസിക്കുന്നു. കുടിൽ കെട്ടി അല്ലെങ്കിൽ കൊട്ടാരം കെട്ടി അദ്ദേഹം പല ഹൃദയങ്ങളിലും ഇപ്പോഴും ജീവിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് ഈ വൈറൽ വീഡിയോയ്ക്ക് പിന്നിൽ. മൾട്ടിവേഴ്സ് മാട്രിക്സ് എന്ന് പറഞ്ഞ ഇൻസ്റ്റഗ്രാം പേജിലാണ് ഇത് ഞാൻ ആദ്യമായിട്ട് കണ്ടത്. അതെന്തായാലും ആ ഒരു വീഡിയോ ചെയ്ത വ്യക്തിക്കും ബൈജു സന്തോഷ് നമ്മുടെ നടൻ അത് ഷെയർ ചെയ്തപ്പോൾ, ബൈജു ഏട്ടൻ അത് ഷെയർ ചെയ്തപ്പോഴാണ് കൂടുതൽ പേരിലേക്ക് അത് വലിയ രീതിയിൽ തരംഗമായി മാറിയത്. എന്തായാലും ബൈജു ഏട്ടനും പ്രത്യേകം നന്ദി. അദ്ദേഹത്തിൻ്റെ തൻ്റെ ഇഷ്ട നായകൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. മൈ ഫേവറേറ്റ് ആക്ടർ ഈസ് സ്റ്റിൽ അലൈവ് എന്നുള്ള ടാഗ് ലൈനോട് കൂടി അദ്ദേഹം അത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കോളിലക്കം 2 എന്നൊക്കെ പറഞ്ഞ്. എന്തായാലും എമ്പുരാൻ എന്ന ചിത്രത്തിൻ്റെ കാത്തിരിപ്പിൻ്റെ വേളയിൽ ലൂസിഫറിലെ ലാലേട്ടനായിട്ട് അബ്രാം ഖുറേഷിയായിട്ട് എത്തിയിരിക്കുകയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ജയൻ സാർ. ഇന്ന് ഒരുപക്ഷെ ജീവിച്ചിരുന്നെങ്കിൽ ഒരു കാര്യം ഓർപ്പിക്കാം, L2 ഒക്കെ പണ്ടേ വന്നു പോയാനെ, എമ്പുരാനൊക്കെ പണ്ടേ വന്നു പോയാനെ. നമ്മുടെ
പല മാസ് മസാല ചിത്രങ്ങളും നരസിംഹം പോലുള്ള ചിത്രങ്ങളൊക്കെ അദ്ദേഹം പണ്ടേ എടുത്തു വെച്ചേനെ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം 80കളിലെ അത് സംഭവിച്ചാനെ. ഒരു പാൻ ഇന്ത്യൻ ആക്ടർ എന്ന നിലയിൽ ആദ്യത്തെ മലയാള സ്റ്റാർ ആയിട്ട് അദ്ദേഹം മാറുമായിരുന്നു. ഒരു കാര്യം ഉറപ്പിക്കാം, ആക്ഷൻ സീനുകളിൽ ശോഭിക്കുക എന്നത് മാത്രമല്ല ഒരു നടനെ സംബന്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഘടകം. അത്തരത്തിന് വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ അതിനേക്കാൾ ശോഭയോടെ ചെയ്യാൻ സാധിക്കുന്ന ഒരു നടൻ തന്നെയായിരുന്നു നമ്മുടെ ജയൻ സാർ. കാരണം ജയൻ സാറിന് അവസരങ്ങൾ ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം കേവലം 5 കൊല്ലങ്ങൾ കൊണ്ട് തന്നെ അദ്ദേഹം നമ്മളെ വിട്ട് പിരിയുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിലെ സിനിമകളിൽ വ്യത്യസ്തമായ ചില സിനിമകൾ നമ്മൾ കണ്ടത് ഇടിമുഴക്കം പോലുള്ള സിനിമകൾ, അതുപോലെ തമിഴിൽ വന്നൊരു സിനിമ പൂട്ടാത്ത പൂട്ടുകൾ എന്ന് പറഞ്ഞ സിനിമ, അതുപോലെ അദ്ദേഹത്തിൻ്റെ വ്യത്യസ്ത കഥാപാത്രങ്ങൾ മാസ് മസാല സിനിമകളിലും അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. ശക്തിയിലെ കഥാപാത്രത്തിനെ ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. ശബ്ദത്തിൻ്റെ രൂപത്തിൽ നമ്മളെ പിന്തുടർന്ന ഒരു പല്ലിയുടെ രൂപത്തിലൊക്കെ പിന്തുടർന്നു വരുന്ന അദ്ദേഹത്തിനെ എനിക്ക് ആ ഒരു സിനിമയാണ് സത്യത്തിൽ ജയൻ എന്ന് പറയുന്ന താരത്തിനെ ഒരു നടന നിലയിൽ ഇഷ്ടപ്പെട്ടു തുടങ്ങിയ സിനിമകളിൽ പ്രധാനപ്പെട്ട ഒരു സിനിമ. പിന്നെ അതുപോലെ വി.എൻ. സ്വാമി എന്ന കഥാപാത്രമായിട്ട് വന്ന അദ്ദേഹത്തിൻ്റെ സന്യാസി കഥാപാത്രമായിട്ട് വന്ന സിനിമയുടെ മനോഹരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ പ്രകടനങ്ങളൊക്കെ എന്നെ ആകർഷിച്ചു. ഏതോ ഒരു സ്വപ്നം എന്ന ആ സിനിമ ഒരു വലിയ രീതിയിലുള്ള ഒരു തരംഗമായി മാറിയില്ല എന്നാണ് എൻ്റെ അറിവ് ആ കാലഘട്ടത്തിൽ. കാരണം ഞാൻ ചെറിയ കൊച്ചാണ്, അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല. ഏതായാലും അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ട് ജനിച്ചൊരു വ്യക്തികൾക്ക് പോലും അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടാതിരിക്കാൻ തരമില്ല. ജയൻ സാറിന് വരാനിരിക്കുന്ന ഈ ചരമവാർഷികത്തിന് ആദ്യമേ തന്നെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് പ്രണാമം അർപ്പിച്ചുകൊണ്ട് വീഡിയോ സമർപ്പിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളൊന്ന് പങ്കുവയ്ക്കണം. ഏതായാലും ആ വീഡിയോ നിങ്ങൾക്ക് വീണ്ടും കാണാൻ തോന്നുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം എനിക്കും അങ്ങനെ കാണാൻ തോന്നുന്നുണ്ട്. ഏതായാലും അത് കണ്ടുകൊണ്ട് തന്നെ ഈ വീഡിയോ നമുക്കിവിടെ ഉപസംഹരിക്കാം. നമ്മുടെ ചാനലിന് നൽകിക്കൊണ്ടിരിക്കുന്ന സപ്പോർട്ട് തുടർന്ന് നൽകുക. ഏതായാലും ആരോഗ്യപരമായ പ്രശ്നങ്ങളും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നുകൊണ്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ചാനലിന് വേണ്ട എല്ലാവിധ പിന്തുണകളും അകമഴിഞ്ഞ സപ്പോർട്ടും നിങ്ങളിൽ നിന്ന് ലഭിക്കുമെന്ന വിശ്വാസത്തോടെ തുടരുന്നു. നമുക്ക് ആ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും വൈൻഡപ്പിന് മുമ്പ് തന്നെ സലാം പറഞ്ഞുകൊണ്ട് നമുക്ക് ആ വീഡിയോയിലേക്ക് ഒന്നുകൂടി കടക്കാം. ജയൻ സാറിനെ ഒരു വട്ടം കൂടി നമുക്കൊന്ന് കാണാം. Let it be the last time. അപ്പോൾ തമ്പുരാക്കന്മാരെ നമ്മിച്ചിരിക്കുന്നു നിങ്ങളെ. കാരണം ഇത്രയും മനോഹരമായിട്ടൊരു കൺസെപ്റ്റ് എടുത്തു വയ്ക്കാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചെങ്കിൽ AI സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഒരു സിനിമ ജയനെ കുറിച്ച് ചെയ്താലും അതങ്ങ് മോശമാകാൻ വഴിയില്ല. മികച്ച തിരക്കഥയുണ്ടെങ്കിൽ അദ്ദേഹത്തിന് AI ടെക്നോളജിയിലൂടെ മലയാളത്തിലെ ആദ്യത്തെ റീക്രിയേറ്റീവ് ഹീറോ, ആക്ഷൻ ഹീറോ, സൂപ്പർ സ്റ്റാർ എന്നുള്ള ആ ഒരു പോസ്റ്റിലേക്ക് നമ്മുടെ ജയൻ സാറിനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് സിനിമകൾ വരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. അത് വരിക തന്നെ ചെയ്യും. കാത്തിരിക്കുകയാണ് അത്തരത്തിലുള്ള സിനിമകൾക്ക് വേണ്ടി. ബൈ ബൈ.